ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗൈസ്, ഇന്ന് ഞങ്ങൾക്ക് നടന്ന ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ഞങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് ഗൈസ്. ഇപ്പോ ഈ ഇൻസിഡന്റ് നടന്നിട്ട് ഇപ്പൊ കുറെ ദിവസമായി. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ അപ്പൊ പറഞ്ഞില്ല, എപ്പൊ എന്താ പറയുന്നത് വിചാരിക്കും. അപ്പൊ ഞങ്ങൾ ആദ്യം ഇതിനെ കുറിച്ചൊന്നും പറയണ്ട വിചാരിച്ചു വെച്ചതാണ്. പക്ഷെ കുറെ പേര് ഞങ്ങളടുത്ത് കമന്റ്സിലായിട്ടും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് ഒക്കെ അയച്ച് ചോദിച്ചു എന്ത് പറ്റി മീൻസ് നിങ്ങൾ കുറെ ഞങ്ങളുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. എന്റെ കാലിലൊരു കറുപ്പ് മാർക്ക് പോലെ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെന്താണ്, ആദ്യം വൈറ്റ് കളർ ആയിരുന്നു, ഇപ്പൊ ബ്ലാക്ക് ആയി. അപ്പൊ എന്താണ് പറ്റിയത്? വൈറ്റ് ആയിരുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയത്, ആക്സിഡന്റ് ആയതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ പേര്. അപ്പൊ ഞങ്ങള് ജസ്റ്റ് റിപ്ലൈ കൊടുക്കുക, അത്ര വീഡിയോ ഒന്നും ആക്കണ്ട അപ്പൊ വിചാരിച്ചിരിക്കുന്നു. പക്ഷെ കുറെ പേര് ചോദിച്ചു, മെസ്സേജ് ഒക്കെ ചെയ്തപ്പോ ഞങ്ങൾ എന്നാ പറയാ എന്താ ഞങ്ങളുടെ ഇടയിൽ സംഭവിച്ച ഇൻസിഡന്റ് എന്താ ഞങ്ങൾ പറയാൻ വിചാരിച്ചു. കുറെ വീഡിയോസിൽ നമ്മൾ ബാൻഡേജ് ഒക്കെ ചെയ്തിട്ട് ബാൻഡ് ഡ്രസ്സിങ് ഫുൾ കാല് ഡ്രസ് ചെയ്തിട്ടൊക്കെ ചെയ്ത. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് വീഡിയോക്ക് വേണ്ടി ചെയ്തതല്ല, ശരിക്കത് മുറിയിൽ ഡ്രസ് ചെയ്തതാണ്. അപ്പോ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഗൈസ്, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്, അത് അങ്ങനെയാണ്. അപ്പൊ എന്താ ശരിക്കും സംഭവിച്ചത് എന്താ ഞാൻ പറയാം. അപ്പൊ എന്റെ കാലിനെ പറ്റിയത് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചായിരുന്നു. അപ്പൊ ഞങ്ങൾ നാട്ടിൽ പോയ സമയമായിരുന്നു. എനിക്ക് ഞങ്ങളെ കുറച്ച് സർട്ടിഫിക്കറ്റിന്റെ കാര്യമായിട്ട് നാട്ടിലേക്ക് പോയതാണ്. ഞങ്ങളുടെ കുറച്ച് ഡോക്യുമെന്റ്സിന്റെ എന്തൊക്കെയോ നോക്കാൻ വേണ്ടി നാട്ടിൽ പോയി 1 വീക്കിന് വേണ്ടി പോയതാണ്. പക്ഷെ തിരിച്ചു വരാൻ 2 വീക്ക് മേലെ എടുത്ത് തിരിച്ചു വരാൻ. അപ്പൊ സംഭവിച്ചത് ശരിക്കും ഞാൻ എന്താ കഥയല്ല, റിയലായി സംഭവിച്ചത് എന്താ ഞാൻ പറയാം. അപ്പോ ഞങ്ങൾ രണ്ടാളും കൂടി ഞങ്ങൾ പാലക്കാടാണ്. അപ്പോ ഷോപ്പിങ്ങിന് പോയതാ, പുറത്ത് ടൗണിലേക്ക് ഷോപ്പിങ്ങിന് പോയതായിരുന്നു. അപ്പോ പോയിട്ട് ഒരു ഉച്ച സമയം, ഒരു 2:30 2 o'clock അങ്ങനെ സമയം. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല. അപ്പൊ എന്തായാലും വീട്ടിൽ പോയിട്ട് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ തിരിച്ചു വരികയാണ് ഗൈസ്. ഹൈവേയിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവിച്ചത് ഗൈസ്. അപ്പൊ ശരിക്കും സംഭവിച്ചത് വെച്ചാൽ ഞങ്ങൾ ഹൈവേ കൂടെ തിരിച്ചു വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു പാമ്പ് റോട്ടിൽ കൂടെ ക്രോസ് ആയി. ഇങ്ങനെ മീൻസ് ഇവിടെയൊക്കെ ഇവിടെ കുറെ പ്ലാന്റ്സും ട്രീസ് ഒക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ എനിക്ക് തോന്നുന്നു റെയിനി സീസൺ ആയിരുന്നു. അപ്പൊ കുറെ പാമ്പും നമ്മളെ ഹൈവേന്റെ സൈഡൊക്കെ ഇങ്ങനെ കുറെ ചെടിയൊക്കെ വളർന്നു നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഒരു പാമ്പ് വന്നു ക്രോസ്. ഇങ്ങനെ ഞങ്ങൾ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ കറക്റ്റ് ക്രോസ് ആയി. കുറെ വലിയ പാമ്പായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ പാമ്പിനെയൊക്കെ കണ്ടിട്ട് പ്രശ്നമില്ല, ഞങ്ങൾ ബ്രേക്ക് പിടിച്ചിട്ട് പോവും, വണ്ടി സ്ലോ ആക്കും പോവും, അങ്ങനെയായിരുന്നു. ആ ദിവസം നോക്കി എന്തോ എനിക്ക് കിട്ടേണ്ടത് ആയതുകൊണ്ടാണ് അറിയില്ല, ആ ദിവസം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, പാമ്പ് വന്നു ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ബാക്കിലായിരുന്നു, ഞാനാ ഡ്രൈവ് ചെയ്തത്, ഇവള് ബാക്ക് സീറ്റിൽ ഇരിക്കുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ഞങ്ങൾ അത് വ്ളോഗ് ആക്കിട്ടോ ഗൈസ്. വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ആ സമയം ചെയ്തില്ല, അതിനു മുമ്പൊക്കെ വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. അപ്പൊ പാമ്പ് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇവളാണ് പറഞ്ഞത് അതാ പാമ്പ്, മീൻസ് റോഡിൽ കൂടെ അതാ പാമ്പുണ്ട് നോക്കിപ്പോ പാമ്പ് എന്ന് പറഞ്ഞു. ജസ്റ്റ് പാമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രേക്ക്, അത് നമ്മള് ലെഫ്റ്റ് ബ്രേക്ക് പിടിക്കുന്ന 2 ബ്രേക്കും കൂടെ ഒരുമിച്ച് പിടിച്ചതാണ് ഗൈസ്. അതങ്ങനെ സ്കിഡായി വണ്ടി ഇങ്ങനെ ടേൺ ആയിട്ട് കുറച്ച് ദൂരം ഇങ്ങനെ പോയി, ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി വണ്ടിയും. ഇവള് ബാക്കിലായതുകൊണ്ട് ഇവള് പെട്ടെന്ന് നിന്നു. അപ്പൊ ജമ്പ് ചെയ്ത് ബാക്കിൽ പോയി. ഞാനും നിന്നതാണ്. പക്ഷെ പെട്ടെന്ന് എന്റെ ലെഗ് ഫോൾഡായി, കാല് താഴേക്ക് ഫോൾഡായി പോയി. ഫോൾഡായിട്ട് വണ്ടിന്റെ അടിയിൽ കാല് അങ്ങനെയായി. എന്നിട്ട് ഇങ്ങനെ കുറച്ചു ദൂരം പോയപ്പോ എന്നിട്ട് ജീൻസ് ആയിരുന്നു, ജീൻസ് ഈ മുട്ടിന്റെ താഴെ ഫുള്ള് കീറി. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ഞാൻ ആ സമയത്ത് എന്താ പറ്റി, ഞങ്ങളിപ്പോ ഷോക്കായി. മീൻസ് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല. ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോ എന്താ ചെയ്യേണ്ടത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ വണ്ടി വീഴും, മീൻസ് ഇങ്ങനെ ബ്രേക്ക് പിടിച്ചപ്പോ ഇങ്ങനെ ആയി. അപ്പൊ ഞാൻ ചിലപ്പോ അവിടെ പോയി നിൽക്കായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും വിചാരിച്ചു. പക്ഷെ അത് അത്രയും ഇങ്ങനെ ഭയങ്കര സ്ലിപ്പായ പോലെ ഇങ്ങനെ ദൂരം ഇങ്ങനെ പോയി, കുറെ ദൂരം ഇങ്ങനെ സ്ലിപ്പായ പോലെ പോയിട്ട് അത് അങ്ങനെ ടേൺ ചെയ്ത് അങ്ങനെ കുറെ ദൂരം പോയി. അപ്പോ അതാണ് ശരിക്കും സംഭവിച്ചത്. അപ്പൊ ഇവള് ബാക്കിലിരിക്കുന്ന എന്നെ വന്ന് ഇടിച്ചു. ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇവള് ബാക്കിലിരിക്കുന്ന എന്നെ വന്ന് ഇടിച്ചു. അപ്പൊ ഇടിച്ചപ്പോഴാണ് എനിക്ക് ബാലൻസ് പോയിട്ടാണ് വീണത്. പക്ഷെ ഇവളിങ്ങനെ ജമ്പ് ചെയ്ത് ബാക്കിൽ പോയതുകൊണ്ട് ഇവൾക്ക് അങ്ങനൊന്നും പറ്റിയില്ല. ബോഡി പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. ബോഡി പെയിൻ ഇവിടെ എന്റെ ചെസ്റ്റ് വണ്ടിന്റെ ഹാൻഡിൽ വന്ന് ഇടിച്ചു. എന്നിട്ട് ഞാൻ എന്റെ കാല് വണ്ടിന്റെ അടിയിൽ പെട്ടിട്ട് കുറച്ചു ദൂരം ഇങ്ങനെ സ്ലിപ്പായി പോയി, വണ്ടി വലിച്ചോണ്ട് പോയി. അപ്പോ പിന്നെ പെട്ടെന്ന് അവിടെ കുറെ അങ്കിൾമാരൊക്കെ പോകണ്ടായിരുന്നു വണ്ടിയിൽ. അവരൊക്കെ വന്ന് എന്താ പറ്റിയെന്നൊക്കെ സ്ലിപ്പായതാണ് അവർക്ക് മനസ്സിലായി. അപ്പൊ ഹോസ്പിറ്റലൊക്കെ പോകണോ ചോദിച്ചു. അപ്പൊ ഞങ്ങള് വേണ്ട, ഞങ്ങൾ അമ്മനെ വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ വന്നു. എന്നിട്ട്
പിന്നീട് ഞങ്ങള് അമ്മ ഉണ്ടായിരുന്നില്ല, പിന്നെ ഞങ്ങൾ അമ്മനെ വിളിച്ചു. Guys, അമ്മനത് പറഞ്ഞില്ല, അച്ഛൻ ഇവിടെയാണല്ലോ, ഗുജറാത്താണ്. അപ്പൊ അമ്മനെ വിളിച്ച അമ്മ പെട്ടെന്ന് ഷോക്ക് ആകൊണ്ട് ആദ്യം ഞങ്ങൾ അച്ഛനെ വിളിച്ചിട്ട് ഫുൾ കാര്യം പറഞ്ഞു. അച്ഛന് ടെൻഷനാവും, ഇത്ര ദൂരമല്ലേ, അച്ഛന് ടെൻഷൻ അല്ലേ, അടിക്കുമല്ലോ ആരാണെങ്കിലും. വണ്ടി ജസ്റ്റ് ഒന്ന് സ്കിഡായി അച്ഛാ, ജസ്റ്റ് കാലൊന്ന് ചെറുതായി ഇങ്ങനെ ഇതായി, സ്കിന്നൊന്ന് ചെറുതായി പോയി, അത്രയും ഞാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അമ്മന്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ അച്ഛനെ വിളിച്ച് അമ്മന്റെ അടുത്ത് പറഞ്ഞു. പിന്നെ അമ്മ വന്നിട്ട് കണ്ടത് മീൻസ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ അമ്മനെ വിളിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോ എന്റെ ഈ കാല് പൊട്ടിയത് കണ്ടത് അമ്മന്റെ കൺട്രോൾ വിട്ട്. ആരാണെങ്കിലും പെട്ടെന്ന് നമുക്ക് അമ്മമാരാകുമ്പോ കരയും. അതുപോലെ അമ്മയും കൊറേ കരഞ്ഞു. ഞാനും ഫസ്റ്റ് തട്ടിയപ്പോ പിന്നെ അപ്പൊ തന്നെ കരയുന്നത് ഞാൻ, എന്റെ കൺട്രോൾ പോയി. ഞങ്ങളുടെ രണ്ടാളും കൺട്രോൾ പോയി. ഞാനും കരയാൻ തുടങ്ങി, അവളും കരയാൻ തുടങ്ങി. അപ്പൊ എന്താ ചെയ്യാ, ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ തന്നെ ഹോസ്പിറ്റലിൽ പോവാ, കുഴപ്പമില്ല. പക്ഷെ ഞങ്ങക്ക് നാട്ടിലെ കുറെ സ്ഥലങ്ങൾ പരിചയമില്ല കേസ്. ആകെ ഞങ്ങള് കുറച്ച് സ്ഥലങ്ങൾ അറിയുള്ളൂ. ഞങ്ങൾ കോമണായി പോകുന്ന സ്ഥലം മാത്രം ഞങ്ങൾക്ക് അറിയുള്ളൂ. ബാക്കി ഞങ്ങൾ ഫുൾ പുറത്ത് ഗുജറാത്ത് ആയതുകൊണ്ട് കേരളത്തിനെ കുറിച്ച് അത്ര, ഞങ്ങളെ പാലക്കാടിനെ കുറിച്ച് അത്ര റോഡും ഇതൊന്നും അറിയില്ല, റൂട്ടൊന്നും അറിയില്ല. അപ്പൊ എന്നാ പിന്നെ അമ്മനെ വിളിക്കാൻ വേണ്ടി അങ്ങനെ വിളിച്ചു. അമ്മ കണ്ടതും ഭയങ്കര ഷോക്കായി, കരച്ചിലായി. ഞങ്ങളും പറഞ്ഞു കുഴപ്പമില്ലമ്മ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ സ്റ്റിച്ചൊക്കെ ചെയ്തു. അവര് ഇതൊക്കെ ഡ്രസ് ചെയ്തപ്പോ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പൊ ഡ്രസ് ചെയ്തപ്പോ അവര് ജീൻസ് ഒക്കെ കട്ട് ചെയ്തു. ഈ കീറിയതല്ലാണ്ട് മേലെ ഫുൾ കട്ട് ചെയ്തു. അപ്പൊ കട്ട് ചെയ്തപ്പോ അപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോഴാണ് ഞങ്ങൾ കണ്ടിട്ടില്ല ഫുള്ളായിട്ട് ഈ ഇത്ര മുറി തട്ടിയിട്ടുണ്ടെന്ന് അപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അപ്പോഴാണ് ഫുൾ കട്ട് ചെയ്തപ്പോഴാണ് നമ്മൾ മുട്ടിന്റെ താഴെ, മുട്ടിൽ തട്ടാത്തത് എന്തോ എല്ലിന് കൈസ് പ്രശ്നമില്ല. ഞാൻ അതാണ്, എനിക്ക് അതാ പേടി. പക്ഷെ ഞാൻ നടന്നു അപ്പൊ എനിക്ക് തോന്നി ചിലപ്പോ അമ്മ പറഞ്ഞു നടക്കണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, എല്ലിന് ഉണ്ടാവില്ല പ്രശ്നം. പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോഴും പറഞ്ഞു നടക്കണ്ടല്ലോ, കുഴപ്പമില്ല, പിന്നെ വേദന ഉണ്ടെങ്കിൽ വന്നാൽ മതി പറഞ്ഞു. അപ്പൊ അവിടെ കട്ട് ചെയ്തപ്പോഴാണ് ഈ മുട്ടിന്റെ താഴെ നമ്മളൊരു ആപ്പിൾ കടിക്കില്ലേ, ആപ്പിള് ഒരു ബൈറ്റ് എടുക്കുമ്പോ ഒരു ബൈറ്റ് ഇങ്ങനെ പൂല്ലേ, അത്രയും സ്കിന്ന് പോയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം അറിഞ്ഞില്ല, അപ്പോഴറിഞ്ഞു. അപ്പൊ ഞങ്ങള് ഞെട്ടി. ഇതുവരെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു ആക്സിഡന്റ് അങ്ങനെ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സംഭവിക്കണ്ട അങ്ങനെയല്ല പറഞ്ഞത്. അപ്പൊ ഇത് പറ്റിയപ്പോ ഭയങ്കര ടെൻഷനായി. പിന്നെ അച്ഛന് അതിലേറെ ടെൻഷനായി. അച്ഛൻ വിളിച്ചുകൊണ്ടേയിരിക്കണ്ടായിരുന്നു. അമ്മയ്ക്ക് ടെൻഷനായി. പിന്നെ അവിടെ ഡ്രസ്സൊക്കെ ചെയ്തു. പിന്നെ വീട്ടിൽ വന്നു. അപ്പൊ ഞങ്ങൾ ഇതിന് വീഡിയോ ഒന്നും ആക്കണ്ട, വീഡിയോസ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. വീഡിയോസ് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. എല്ലാരും പേടിച്ചു. മെന്റലി ഒരു ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നില്ല ആരും. അപ്പോ വീഡിയോ ഒക്കെ എടുത്ത ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞങ്ങൾ എടുത്തു. അപ്പൊ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഞാൻ ഹൈഡ് ചെയ്ത് കുറെ വീഡിയോസിലൊക്കെ കാല് കാണിക്കാണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ചില വീഡിയോസിലൊക്കെ ഞാൻ നടക്കുമ്പോ ഇങ്ങനെ ആക്കിയിട്ട് നടക്കാം, ഒരു കാല് വേദനിച്ചിട്ടാ നടക്കാം. കുറെ വീഡിയോസിൽ ശ്രദ്ധിച്ചു നോക്കി അറിയും. അപ്പോ ചിലവര് വിചാരിക്കും വീഡിയോക്ക് വേണ്ടി ചെയ്ത്. പിന്നെ ഞാൻ കുറെയൊക്കെ മാനേജ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേസ്. അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് കുറെ പേര് ചോദിച്ചത് എന്ത് പറ്റി കാലിന്. പിന്നെ കാലിന് നന്നായി അറിയണ്ടായിരുന്നു, മാർക്ക് നന്നായി, ഈ സ്കിന്നിന് പോയി മാർക്ക് കറക്റ്റ് അറിയണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് കുറെ പേര് ചോദിച്ചത് എന്ത് പറ്റി. 2-3 വീക്ക് വരെ ഭയങ്കര പെയിൻ ആയിരുന്നു. കാല് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മെഡിസിൻസ് ഒക്കെ കുറെ മെഡിസിൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. കാല് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല, ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങള്. പിന്നെ അതൊക്കെ ഇപ്പൊ ശരിയായി. പിന്നെ മാർക്കൊക്കെ പോയി. മാർക്ക് ഇപ്പോഴും ഉണ്ട്, എന്നാലും ഇപ്പൊ കുഴപ്പമില്ല, ശരിയായി. അപ്പൊ അതാണ് ഗൈസ് ശരിക്കും സംഭവിച്ചത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇതൊന്ന് ഷെയർ ചെയ്യാൻ. അപ്പൊ ഗൈസ് ഞാൻ ഇപ്പോഴും പറയണ്, ഹൈവേ കൂടെ പോകുമ്പോ എന്തെങ്കിലും സ്നേക്കോ പാമ്പോ എന്തെങ്കിലും വരികയാണെങ്കിൽ പ്ലീസ് ഗൈസ് 2 ബ്രേക്ക് ഒരുമിച്ച് പിടിക്കരുത്, സ്കിഡാകും വണ്ടി. അത്രേ പറയാനുള്ളൂ. അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ ഇൻസിഡന്റ്. അപ്പൊ കുറെ പേര് ചോദിച്ചവർക്ക് ഇതാണ് ഞങ്ങൾ പറയാനുള്ളത്. അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ ഇത് ഷെയർ ചെയ്യാൻ വന്നതാണ്. അപ്പൊ എല്ലാരും ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, ഹെൽമെറ്റ് ഒക്കെ ഇടുക. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഗൈസ്. ബൈ.